ബോൺ ടു ദിസ് ആർത്തിരമ്പുന്ന ഒരു ഗാലറിക്ക് മുന്നിൽ ഗോളാഘോഷം നടത്തുന്ന തൻ്റെ ചിത്രം പങ്കുവച്ച് ലമീൻ യമാൽ ഇങ്ങനെ കുറിച്ചിട്ടു. നാഷൻസ് ലീഗ് ഫൈനലിന് തൊട്ടു മുമ്പ് CR7 പോർച്ചുഗലിനും അയാൾ നൽകിയ വലിയ മുന്നറിയിപ്പായിരുന്നു അത്. എന്നാൽ കലാശപ്പൂരിൽ അയാളുടെ വഴിയേ ആയിരുന്നില്ല കാര്യങ്ങൾ സഞ്ചരിച്ചത്. ന്യൂനോ മെൻഡസ് എന്ന സമകാലിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്കിനെ മൈതാനത്ത് അയാൾ അന്ന് ആദ്യമായാണ് നേരിടുന്നത്. മെൻഡസ് യമാലിനെ എടുത്ത് പോക്കറ്റിലിട്ടു. പോർച്ചുഗൽ ഷൂട്ടൌട്ടിൽ ആ കളി പിടിച്ചു. യൂറോ ചാമ്പ്യന്മാരെ വീഴ്ത്തി അവർ തങ്ങളുടെ രണ്ടാം നാഷൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ടു. ആ മത്സരത്തിന് ശേഷം 5 മാസങ്ങൾക്കിപ്പുറം വീണ്ടും യമാലും മെൻഡസും നേർക്കുനേർ വന്നു. ചാമ്പ്യൻസ് ലീഗിൽ PSG ബാഴ്സലോണ പോരാട്ടത്തിലായിരുന്നു അത്. ദ സെയിം തിങ് ഹാപ്പൻ അഗെയിൻ. യമാലിനെ മെൻഡസ് ബാഴ്സയുടെ ഹോം ഗ്രൗണ്ടിൽ പോലും അനങ്ങാൻ അനുവദിച്ചില്ല. ഒടുവിൽ എസ്റ്റാഡിയോ ഒളിമ്പിക്സ് ലൂയിസ് കമ്പനീസിൽ PSG ബാഴ്സയെ വീഴ്ത്തി. 1-2 ഗോളുകൾക്കായിരുന്നു ആ ജയം. ആ കളിയിലെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം മെൻഡസിനെ തേടി കണ്ടെത്തിയത്. അന്ന് 90-ാം മിനിറ്റിൽ PSG വിജയ ഗോൾ നേടിയത് പകരക്കാരനായി അവതരിച്ച മറ്റൊരു പോർച്ചുഗീസ് താരം ഗോൺസാലോ റാമോസ് ആണ്. എഗെയിൻ യമാൽ മെൻഡസ് ബാറ്റിൽ നിന്ന് കളമൊരുങ്ങുന്നു, അതും വിശ്വവേദിയിൽ. ഇക്കുറി വെല്ലുവിളികൾ ഒന്നുമില്ല. കളത്തിൽ വെച്ച് കാണിച്ചു തരാം എന്ന് മനസ്സിൽ പറയുന്നുണ്ടാകും യമാൽ. യമാൽ ഇക്കുറി ആ ത്രെട്ട് മറികടക്കുമോ, അതോ മെൻഡസ് ആ കഥ വീണ്ടും ആവർത്തിക്കുമോ? ലോകകപ്പ് പ്രീ ക്വാർട്ടറിലെ ഏറ്റവും വലിയ പോരാട്ടത്തിന് ഡാലസ് സ്റ്റേഡിയത്തിൽ അരങ്ങൊരുങ്ങുമ്പോൾ ആരാധകരെത്തി ഉറ്റുനോക്കുന്നത് ആ ബാറ്റിലേക്ക് തന്നെയാണ്. സമകാലിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച റൈറ്റ് വിംഗർമാരിൽ ഒരാൾ ആൻഡ് ദ ബെസ്റ്റസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ദ മീറ്റ്സ് അഗെയിൻ. ഈ ലോകകപ്പിന് മുമ്പ് സ്ക്വാഡ് ഡെപ്ത് കൊണ്ട് ഏറെ ആഘോഷിക്കപ്പെട്ട 2 ടീമുകളാണ് സ്പെയിനും പോർച്ചുഗലും. മധ്യനിരയായിരുന്നു 2 ടീമുകളുടെയും പ്രധാന സ്ട്രെങ്ത്. ലോക ഫുട്ബോളിൽ കളം നിറഞ്ഞ് കളിക്കുന്ന ഒരുപറ്റം പ്രതിഭകളെ കൊണ്ട് നിറഞ്ഞ 2 മിഡ്ഫീൽഡ് യൂണിറ്റുകൾ. കളിയും കളവും പിടിക്കാൻ പോകുന്നത് അവരാണെന്ന് സകലരും നേരത്തെ മനസ്സിലുറപ്പിച്ചു. പലരും ക്ലബ് ഫുട്ബോളിൽ ഒരേ ടീമുകൾക്ക് വേണ്ടി കളിക്കുന്നവരായതുകൊണ്ട് തന്നെ ദേശീയ കുപ്പായത്തിലും അവർക്ക് ആ കോമ്പിനേഷൻ നിലനിർത്താനാകുമെന്നാണ് ആരാധകർ പ്രത്യാശിച്ചത്. ഇരു ടീമുകൾക്കും ഈ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. എന്നാൽ പോർച്ചുഗലിന്റെ കാര്യത്തിൽ ആരാധകരുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിക മട്ടാണ്. റൗണ്ട് ഓഫ് 32-ൽ അരമണിക്കൂറോളം കളി ബാക്കിയുണ്ടായിരുന്നിട്ടും തന്റെ സിസ്റ്റത്തിലെ മിഡ്ഫീൽഡ് ജനറലുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിറ്റീനിയെയും ബ്രൂണോ ഫെർണാണ്ടസിനെയും ബോബി മാർട്ടിനസിന് പിൻവലിക്കേണ്ടി വരുന്നത് എത്ര വലിയ ഗതികേടാണെന്ന് നോക്കൂ. പോർച്ചുഗലിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് സകലരും കരുതിയിരുന്ന മിഡിലാണ് അവരുടെ പ്രശ്നങ്ങൾ എല്ലാം ഉറഞ്ഞുകൂടി കിടക്കുന്നത്. കോങ്കോക്കെതിരായി സമനിലയിൽ നിന്ന് ആരംഭിച്ച് ക്രൊയേഷ്യക്കെതിരായ റൗണ്ട് ഓഫ് 32 പോരാട്ടം വരെയുള്ള മത്സരങ്ങൾ എടുത്ത് നോക്കിയാൽ ഈ പ്രശ്നം ആ സിസ്റ്റത്തിൽ നേളിച്ചു കിടക്കുന്നത് കാണാം. പ്രീമിയർ ലീഗിലെ പ്ലെയർ ഓഫ് ദ സീസൺ ബ്രൂണോ ഫെർണാണ്ടസ്, കഴിഞ്ഞ ബാലൻഡിയോർ ലിസ്റ്റിൽ 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത വിറ്റീഞ്ഞ, പിന്നെ ജാവോ നെവസ്. പ്രീമിയർ ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ എന്ന റെക്കോർഡിൽ ബ്രൂണോ ഫെർണാണ്ടസ് തൊട്ടിട്ട് അധിക ദിവസമൊന്നും ആയിട്ടില്ല. എന്നാൽ ലോകകപ്പിൽ 4 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരൊറ്റ അസിസ്റ്റാണ് അയാളുടെ പേരിലുള്ളത്, അതും അരങ്ങേറ്റക്കാരായ ഉസ്ബെക്കിസ്ഥാനെതിരെ. ആ മത്സരം ഒഴിച്ച് ബാക്കി എല്ലാ മത്സരങ്ങളിലും ആരാധകർക്ക് നിരാശ മാത്രമാണ് ടീം സമ്മാനിച്ചത്. അവരെ സമ്മർദ്ദത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് ക്രൊയേഷ്യക്കെതിരെ അവസാന മിനിറ്റുകളിൽ ജയിച്ചു കയറിയത്. ഒരു വേള തന്റെ അന്താരാഷ്ട്ര കരിയറിന് ഇവിടെ അന്ത്യം കുറിക്കപ്പെടുകയാണെന്ന് പോലും CR7 തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. മൈതാന മധ്യത്ത് മാത്രം പന്ത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിഡ്ഫീൽഡർമാർ, അവർക്ക് ഡിഫൻസീവ് ലൈനിലൂടെ പെനിട്രേറ്റ് ചെയ്ത് മുന്നിലേക്ക് കയറി എതിർഗോൾ മുഖത്ത് അപകടം വെക്കാൻ ആകുന്നില്ല. കോങ്കോയെപ്പോലെ തങ്ങളെക്കാൾ സ്ക്വാഡ് ഡെപ്ത് കുറഞ്ഞൊരു ടീമിനെതിരെ പോലും ഗോൾ സ്കോർ ചെയ്ത ശേഷം ബാക്ക് പാസുകളുമായി കളി സ്ലോ ഡൗൺ ചെയ്യുന്ന പോർച്ചുഗൽ. ഉസ്ബെക്കിസ്ഥാനെതിരെ മത്സരത്തിലാണ് ഒരല്പം കൂടി സ്പീഡും ഇൻറ്റൻസിറ്റിയും ഒക്കെ കാണിച്ചത്. സെൻട്രൽ ചാനലിലൂടെ കളി നടക്കുന്നില്ല എന്നതാണ് പോർച്ചുഗൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. വിങ്ങുകളിലൂടെയാണ് അവർ മുന്നേറ്റങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്നത്. അവിടെ നിന്നാണെങ്കിൽ റോണോയിലേക്ക് കൃത്യമായി ക്രോസുകൾ എത്തുന്നുമില്ല. റൗണ്ട് ഓഫ് 32-ൽ മിഡിൽ കളി നിയന്ത്രിച്ചത് ക്രൊയേഷ്യ ആയിരുന്നു. ക്രൊയേഷ്യയുടെ ഗോൾ വന്ന വഴിയിൽ പോർച്ചുഗീസ് ഡിഫൻസിലെ പിഴവുകളും ഉറഞ്ഞുകൂടി കിടന്നു. ബോക്സിൽ വെച്ച് പെരിസിച്ച് ആ ക്രോസ് സ്വീകരിക്കുമ്പോൾ ഒരൊറ്റയാൾ പോലും അയാളെ മാർച്ച് ചെയ്യാനുണ്ടായിരുന്നില്ല. 3 ടച്ചുകൾ എടുത്ത ശേഷമാണ് അയാൾ നിറയൊഴിച്ചത് എന്നോർക്കണം. 3 ഗോളുകളുമായി റോണോയാണ് പോർച്ചുഗീസ് നിരയിലെ ടോപ്പ് സ്കോറർ. അതേസമയം റോണോയുടെ പ്ലേയിങ് ടൈമിൻ്റെ കാര്യത്തിൽ മാർട്ടിനസ് ഒരല്പം കൂടി പുനരാലോചനകൾ നടത്തണം. വലിയ ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ടായിട്ടും തൻ്റെ ആവനാഴികളെ പ്രതിഭകളെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ തനിക്കാവുന്നുണ്ടോ എന്ന് മാർട്ടിനസ് ചിന്തിക്കണം. ലെഫ്റ്റിൽ റഫേൽ ലിയാവോയും ന്യൂനോ മെൻഡസുമാണ് ഈ സിസ്റ്റത്തിൽ പ്രതീക്ഷ നൽകുന്നൊരു കോംബോ. നാഷൻസ് ലീഗ് ഫൈനലിൽ ലിയാവോയെ മാർട്ടിനസ് മൈതാനത്ത് അവതരിപ്പിച്ച ശേഷം ആ വിങ്ങിലൂടെ ഇടമുറിയാതെ മുന്നേറ്റങ്ങളായിരുന്നു. സ്പാനിഷ് പ്രതിരോധത്തെ അയാൾ പലകുറി പരീക്ഷിക്കുന്നത് കണ്ടു. ടീം പ്രതിസന്ധികളുടെ കയത്തിൽ മുങ്ങിത്താണ് കൊണ്ടിരിക്കെ പ്രതീക്ഷയുടെ കരങ്ങളുമായി അവരെക്കാത്ത ഡീഗോ കോസ്റ്റ എന്ന മനുഷ്യനോടാണ് പോർച്ചുഗീസ് ആരാധകരുടെ കടപ്പാട് മുഴുവൻ. ഇതുവരെയുള്ള മത്സരങ്ങൾ എടുത്ത് നോക്കിയാൽ പോർച്ചുഗീസ് നിരയിലെ ബെസ്റ്റ് പ്ലെയർ കോസ്റ്റയാണെന്ന് തന്നെ പറയേണ്ടി വരും. മറുവശത്ത് ലൂയിസ് ദ ല ഫുവന്റെയുടെ സ്പെയിൻ മിന്നും ഫോമിലാണ് പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്.
ആദ്യ മത്സരത്തിൽ കാബോവഡേക്കെതിരെ വഴങ്ങിയ അപ്രതീക്ഷിത സമനില ആരാധകരെ സംബന്ധിച്ച് ഷോക്കിംഗ് ആയിരുന്നു. എന്നാൽ സൗദിക്കെതിരെ 4-0 വിജയം കുറിച്ചവർ തിരിച്ചെത്തി. ആദ്യ മത്സരത്തിൽ അരമണിക്കൂറോളം പന്ത് തൊടാതെ പടികെട്ട ഒയർസബാൽ പിന്നെ സ്പാനിഷ് മുന്നേറ്റങ്ങളുടെ മുഴുവൻ കടിഞ്ഞാണെന്തി. 4 ഗോളുകളുമായി ടീമിലെ ടോപ്പ് സ്കോററാണ് ഇപ്പോൾ അയാൾ. ഒരു പ്രോപ്പർ നമ്പർ 9 ഇല്ലാത്ത സ്പാനിഷ് നിരയിൽ ഗോൾ സ്കോറിംഗ് ഒരു പ്രതിസന്ധിയല്ലെന്ന് അയാൾ ആരാധകരെ ബോധ്യപ്പെടുത്തി. ഇരു വിങ്ങുകളിലൂടെയും സ്പാനിഷ് മുന്നേറ്റനിര എതിർഗോൾ മുഖത്ത് അപകടം വിതച്ചുകൊണ്ടിരുന്നു. ലമീൻ യമാൽ എതിരാളികൾക്ക് ഇപ്പോഴും പേടിക്കാനാവായി തുടരുന്നു. പെഡ്രിയും റോഡ്രിയും ഒൽമോയും മിഡിൽ കളി നിയന്ത്രിച്ചു. ആദ്യ മത്സരത്തിൽ ഒൽമോയെ ഫസ്റ്റ് 11-ൽ ഉൾപ്പെടുത്താത്തതിൽ ഡലഫുവന്റെ പടികളേറെ കേട്ടിരുന്നു. പിന്നീടുള്ള മത്സരങ്ങളിൽ ഒൽമോ കളനിറയുന്നത് കണ്ടപ്പോഴാണ് അയാളുടെ വിടവ് ആ മത്സരത്തിൽ എത്ര വലുതായിരുന്നു എന്ന് ആരാധകർക്ക് ബോധ്യമാകുന്നത്. ലോകകപ്പിൽ ഇതുവരെ സ്പെയിൻ ഒരൊറ്റ ഗോൾ പോലും വഴങ്ങിയിട്ടില്ല. ഉനൈ സിമോൺ പല മത്സരങ്ങളിലും അധികം പരീക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന് പറയേണ്ടി വരും. ബാക്ക് ലൈനിൽ പോക്കുബാഴ്സിയും പെഡ്രോ പോറയും കുക്കുറയും ലപ്പോട്ടയും ഒക്കെ കളം നിറയുന്നു. കുബാഴ്സി പ്രായത്തിൽ കവിഞ്ഞ പക്വതയുമായാണ് ഡിഫൻസീവ് ലൈനിൽ നിലയുറപ്പിക്കുന്നത്. റോഡ്രി ഡിഫൻസീവ് ലൈനെ അകമണിഞ്ഞ് സഹായിക്കുമ്പോൾ കുക്കുറയും പെഡ്രോ പോറയും ഒക്കെ സ്പാനിഷ് മുന്നേറ്റങ്ങളെയും അകമണിഞ്ഞ് സഹായിക്കുന്നുണ്ട്. കുക്കുറയ ഇതിനോടകം 2 ഗോളുകൾക്ക് വഴിയൊരുക്കി കഴിഞ്ഞു. പെഡ്രോ പോറോ ഓസ്ട്രിയക്കെതിരെ വലകുലുക്കി. നിലവിലെ ഫോമിൽ പോർച്ചുഗലിനെതിരെ സ്പെയിന് തന്നെയാണ് മുൻതൂക്കം. യമാൽ മെൻഡസിനോട് പകരം വിട്ടുമോ? റോണോയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ പാതി വഴിയിൽ മുന്നോടേക്കുമോ? അതോ ബോബി മാർട്ടിനസ് ഉണരുമോ? കാത്തിരുന്നു കാണാം.